ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം തുടരുകയാണെന്ന് വിജിലൻസ് കോടതിയിൽ. അന്വേഷണത്തിനായി വിജിലൻസ് 2 മാസം സമയം ചോദിച്ചു. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മാർച്ച് 25 കേസ് വീണ്ടും പരിഗണിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേർന്നു. ഷഫീദ്, അന്വേഷണ പുരോഗതിയെപ്പറ്റി വിജിലൻസ് കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അശ്മി, MR അജിത് കുമാറിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവാദമായ സമയത്തായിരുന്നു അഡ്വക്കേറ്റ് നാഗരാജു എന്നയാൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ഉൾപ്പെടെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നുള്ളതായിരുന്നു ആവശ്യം. ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് പരിഗണിച്ചിരുന്നു. അപ്പോൾ വിജിലൻസ് കോടതിയിൽ നൽകിയ മറുപടി അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ അന്വേഷണത്തിന് 2 മാസം കൂടി സമയം ചോദിച്ചിട്ടുണ്ട് വിജിലൻസ്. മാർച്ച് 25-നുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നുള്ളതാണ് ഇന്ന് വിജിലൻസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ മാർച്ച് 25-ന് കേസ് വീണ്ടും പരിഗണിക്കും. ഇതിൽ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ വീട് നിർമ്മാണം, അതേപോലെ തന്നെ കവടിയാർ പരിസരത്തെ ഫ്ളാറ്റ് വാങ്ങൽ, അതുൾപ്പെടെ PV അൻവർ നേരത്തെ ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങളിലും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോടതിയിൽ ഹർജി എത്തിയത്. അശ്മി, ഷഫീദ് റാവുത്തറാണ്. അന്വേഷണത്തിന് 2 മാസത്തെ സമയം ചോദിക്കുകയാണ് വിജിലൻസ്. അതിന്റെ വിവരങ്ങൾ കോടതിയിൽ പറയുകയായിരുന്നു വിജിലൻസ്.